അമ്മേ, അമ്മേ. അമ്മ പറഞ്ഞതുപോലെ എന്റെ ഭാവി ഭർത്താവിന് വേണ്ടി അമ്പലത്തിൽ പോയി അർച്ചനകളും പൂജകളും ഒക്കെ കഴിപ്പിച്ചു. അതുപോലെ ഓപ്പറേഷൻ സക്സസ് ആവാൻ വേണ്ടി എന്റെ ഈ കയ്യില് ഞാൻ ആരതി തെളിയിച്ചു. ദേവിക്ക് പൂമാല സമർപ്പിച്ചമ്മേ. ഇപ്പൊ ഏട്ടൻ എങ്ങനെയുണ്ട്? ഇന്ന് നീ അവന് വേണ്ടി ചെയ്ത പൂജകളുടെ പുണ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു മോളെ. ചേട്ടാ, കണ്ടില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമായില്ലേ? നിന്റെ പ്രാർത്ഥന കൊണ്ടാണ് അവന് ജീവൻ തിരിച്ചു കിട്ടിയത് മോളെ. എങ്ങനെയാണെങ്കിലും ശ്രീകരട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതാണ് എന്റെ സന്തോഷം. ശ്രീകര ജീവിച്ചിരിക്കുന്നത് ഞാൻ കാരണമല്ല, ആവനി കാരണോ, ആവനിയുടെ കഴുത്തിലുള്ള താലി കാരണോ. നിഹാരിക പൂജ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പ്രാർത്ഥിക്കുന്ന സ്വഭാവം ആൾക്കില്ല. എന്റെ താലിയ എന്റെ ഭർത്താവിനെ രക്ഷിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നത്. പോയി തൊടിപ്പിച്ചിട്ട് വരാം. 5 മിനിറ്റ് നിൽക്കും മോളെ. ഡോക്ടർ ഒന്ന് പെർമിഷൻ തന്നാ പോകാം. മോളെ അവനി, നിഹാരികയ്ക്ക് അവളുടെ ഭാവി ഭർത്താവിനെ കുറിച്ച് എത്ര സ്നേഹവും ബാധ്യതയൊക്കെ ഉള്ളെന്ന് കണ്ടോ? അമ്പലത്തിൽ പോയി അവള് കഠിന പൂജകൾ ചെയ്തതുകൊണ്ടാ നമ്മുടെ ശ്രീകരനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഈ സമയത്ത് നമ്മുടെ അവസ്ഥകൾ എന്താകുമായിരുന്നു മോളെ? ഈ കാര്യങ്ങളൊക്കെ അറിയുന്നൊരു കുട്ടിയെ മരുമകളായി കിട്ടിയത് ശരിക്കും ഞങ്ങളുടെ ഭാഗ്യം മോളെ. അയ്യോ, അങ്ങനെയൊന്നും വീണ്ടും വീണ്ടും പറയല്ലേ അമ്മ. എനിക്ക് ചിലപ്പോ കണ്ണു പറ്റിപ്പോവും. നിഹാരിക, അവനും ഈ സമയത്ത് നമുക്ക് ഒരുപാട് സഹായം ചെയ്തു മോളെ. കൃത്യസമയത്ത് അവള് വന്ന് അവനിവിടെ എത്തിച്ചില്ലേ? ആവനെ അല്ലായിരുന്നെങ്കിൽ അതുവഴി പോകുന്ന വേറെ ആരെങ്കിലും കൊണ്ടുവരായിരുന്നില്ലേ അമ്മ? അങ്ങനെ പറയരുത്. വഴിയിലൂടെ പോകുന്നവര് ഇത്തരം കാര്യത്തിലൊന്നും ഇങ്ങനെ ധൈര്യപ്പെടാറില്ല, ബന്ധുക്കളല്ലാതെ. അവനെയും നമ്മുടെ കുടുംബത്തിലൊരു അംഗമായതുകൊണ്ടാ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്താലും ക്രെഡിറ്റ് ഇവിടെ ഷെയർ ചെയ്യാണല്ലോ. എവറിത്തിങ് ഈസ് ഫൈൻ. ഈ നൈറ്റ് ഒബ്സർവേഷനിൽ നിർത്തി മോർണിംഗിൽ ഡിസ്ചാർജ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി പോയി കാണാം. പെട്ടെന്ന് വന്നേക്കണേ. വരൂ. ശ്രീ, ഞാൻ നിങ്ങളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ട് ശ്രീകരേട്ട. ഏട്ടനില്ലെങ്കിൽ പിന്നെ ഞാനില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ആ ദൈവം എന്നോട് അന്യായം കാണിക്കില്ല. സത്യമായിട്ടും ഇത് എന്റെ മോന്റെ പുനർജന്മം തന്നെയാണ്. ഏതോ ഒരു ബന്ധം ശ്രീകരേട്ടന്റെ ജീവന് തുണയാവുന്നുണ്ട്. എന്തൊരു പെർഫോമൻസാ ഇവളുടേത്. ഏട്ടാ, നമുക്ക് ശ്രീകരന്റെ അടുത്ത് നിൽക്കാം. ഇവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞയക്കാം. ശരി, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ മക്കളെ. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ നിന്ന് ശ്രീകരേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. നിങ്ങളെല്ലാവരും പോയിക്കോളൂ, ഞാൻ നിന്നോളാം. എന്റെ ഭാവി ഭർത്താവിന്റെ കൂടെ നീ നിൽക്കുന്ന എന്തിനാ? നിനക്കൊരു കൂട്ടായിക്കോളും മോളെ. അതിന്റെ ഒന്നും ആവശ്യമില്ല ചാ. ഞാനെന്താ ചെറിയ കുട്ടിയാണോ? നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് കല്യാണം കഴിയേണ്ടതല്ലേ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവൂ. ആവിനെയും കൊണ്ട് നിങ്ങൾ പോയിക്കോളൂ. ശരി മോളെ. നിഹാരിക നോക്കിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ?
നമുക്ക് പോവാം മോളെ, വാ. ആന്റി, എനിക്ക് അർജന്റായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. ഞാൻ പോയിക്കോട്ടെ. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ നാളെ രാവിലെ വരുള്ളൂ. എവറിത്തിങ് ഇസ് ഫൈൻ. ശരി മോളെ. പോവാം, വാ. ఏంటది ఏం రాసినవాడా సార్ బర్త్డే ఎవరు సార్? ഈ ചിരി കേട്ടാലേ അയൽപക്കത്തുള്ളവർ കേസ് കൊടുക്കും മനുഷ്യ. സെന്റിമെന്റ്സ് സീനിൽ കണ്ണീര് വേണമെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ കോമഡി സീനിൽ എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വസന്ത. വൈകുന്നേരം മുതൽ ഞങ്ങളൊക്കെ കാത്തിരിക്കുമായിരുന്നു. എവിടെ പോയതാമേ? നിഹാരിക, ആവനി, ശ്രീകർ ആരെയും കാണുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാവരും കൂടെ പുറത്തെന്തോ ഷോപ്പിങ്ങിന് പോയതാവൂന്ന കരുതിയത്. ഷോപ്പിങ്ങിനല്ല, ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയതാ. ഹോസ്പിറ്റലിൽ എന്തിനാ അമ്മേ? ശ്രീകർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. എന്തു പറ്റി അമ്മേ? അവനെ ആരൊക്കെ അറ്റാക്ക് ചെയ്തു. നന്നായിട്ട് കുത്തേറ്റിരുന്നതുകൊണ്ട് കണ്ടീഷൻ വളരെ സീരിയസ് ആയിരുന്നു. ദൈവത്തിന്റെ ദയ കൊണ്ട് ഇപ്പൊ എല്ലാം സേഫ് ആയിട്ടുണ്ട്. എന്നാ ഇത് ഞങ്ങളോടും ഫോൺ ചെയ്ത് പറയണ്ടേ? ഞങ്ങളും അങ്ങോട്ട് വന്നേനല്ലോ. എന്നിട്ട് അവനിപ്പോ ഏത് ഹോസ്പിറ്റലിൽ ഉള്ളതാ? ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. രാവിലെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ട അതാ. നിഹാരികയും ആവണിയൊക്കെ ശ്രീകറിന്റെ അടുത്താണോ ഉള്ളത്? നിഹാരിക അവിടെയുണ്ട്. അവന് ഏതോ ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞു പോയി. കൃത്യസമയത്ത് തന്നെ അവന് ശ്രീകറിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു ആപത്ത് സംഭവിക്കുമായിരുന്നു. അവനിക്ക് നമ്മുടെ കുടുംബത്തോട് എന്തൊക്കെ കടപ്പാടുണ്ടെങ്കിലും ആ കടപ്പാടൊക്കെ തീർത്ത പോലെ തോന്നിയത്. ഇങ്ങനെയുള്ളവര് ഈ കാലത്ത് വളരെ അപൂർവമാണ്. നിഹാരിക മോളും അമ്പലത്തിൽ പോയി പൂജയൊക്കെ ചെയ്തു വന്നു. അവള് ചെയ്ത പൂജകളുടെ ഫലമായിട്ടാ അവന് ജീവൻ തിരിച്ചു കിട്ടിയത്. മോളെ, നിഹാരിക അമ്പലത്തിൽ പോയി പൂജ ചെയ്തെന്നോ? ആ മോളെ, അവിടെ നിന്ന് അവള് ചന്ദനം കൊണ്ടുവന്ന് അവന്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. ഭാവി ഭർത്താവിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോ തകർന്നു പോയി അവള്. എന്തൊക്കെയായാലും ഇന്ന് എന്റെ മോന്റെ പുനർജന്മം തന്നെയാണ്. ഏട്ടാ, പറയൂവേദ. ശ്രീകരനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്നും ഇങ്ങനെയൊരു നീക്കം ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ടേട്ടാ. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നീ വാ. ശ്രീകരനെ കൊല്ലാൻ മാത്രം അവനോട് വിരോധമുള്ള ആൾക്കാര് ഇപ്പൊ ആരായിരിക്കും? ശ്രീകറിന് എനിക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. ആവണിക്കൊരിക്കലും കിട്ടരുതെന്ന് കരുതി നിഹാരിക പ്ലാൻ ചെയ്തായിരിക്കോ ഇത്?
അങ്ങനൊരു തീരുമാനത്തിലേക്ക് വന്നാ അത് ആവനിയെ വെച്ച് വർക്കൗട്ട് ചെയ്യുമെന്നല്ലാതെ അവള് ശ്രീകരനെ ഒന്നും ചെയ്യില്ല. നിഹാരിക അമ്പലത്തിൽ പോയി പൂജ ചെയ്യുന്നെന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ലത്. അവിടെ നിഹാരിക മാത്രമേ ഉള്ളൂ അതോ ആവനിയും കൂടെ ഉണ്ടോ? ഹലോ, പറയടി. ശ്രീകരേട്ടനെ ആരൊക്കെ ചേർന്ന് അറ്റാക്ക് ചെയ്തപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാടി. ശരിയടി, എന്നാ നിന്നെ ഞാൻ രാവിലെ വിളിക്കാം. ആരോ വന്നു പോയതുപോലെ എന്തോ പെർഫ്യൂമിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടല്ലോ. അവനെ എങ്ങാനും ഇങ്ങോട്ട് വന്നില്ലല്ലോ. അവൾ ഇവിടുന്ന് പോയിട്ട് ഒരുപാട് നേരം ആയല്ലോ. ആവനെ ആയിരിക്കില്ല. ആവനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന. എഴുന്നേൽക്ക്. ഏട്ടാ,
പതുക്കെ നടക്കണേ. അമ്മമ്മേ, ദേ ശ്രീകരേട്ടൻ വന്നു. ഒന്ന് നിന്നേ. നീ എപ്പോഴാ വീട്ടിലെത്തിയത്? രാവിലെ വന്നത്. നീയും രാത്രി മുഴുവൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നോ? ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയതാണെന്ന് അമ്മ പറഞ്ഞില്ലേ ചേച്ചി? ദൃഷ്ടി എടുക്കരുടാ, നിർത്തിക്കേ. നിൽക്ക്. എന്തു പറ്റി കാവ്യ? ഭാവി ഭർത്താവിന് നിഹാരിക അറുതിയെടുത്താ നന്നാവില്ലേ അമ്മമ്മേ? ചേട്ടന് അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടി നിഹാരിക പൂജയൊക്കെ ചെയ്ത് ചന്ദനമൊക്കെ കൊണ്ട് തൊടിച്ചെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഇത് നിഹാരിക ചെയ്യുന്നതാ കറക്റ്റ് എന്നാണ് എന്റെ ഒപ്പീനിയൻ. എല്ലാവർക്കും അതാ തോന്നുന്നത്. നിങ്ങളെല്ലാവരും എന്റെ മേൽ ഇത്രയ്ക്ക് സ്നേഹം കാണിക്കുമ്പോ ഞാൻ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? ആവനി, പ്ലേറ്റ് ഇതാ, ദൃഷ്ടി ഞാൻ എടുത്തോളാം. ഞാൻ ചെയ്ത പൂജകളെക്കുറിച്ചും വഴിപാടുകളെ പറ്റിയും നിങ്ങളോട് പറയാൻ പറ്റിയില്ലേലും എന്റെ പ്രാർത്ഥന മുഴുവനും ആ ഭഗവാൻ കേട്ടതാണ്. എന്റെ ഭർത്താവിന്റെ ദൃഷ്ടി എടുക്കുന്നത് ഞാനാവണം. എന്താ മോളെ ആലോചിക്കുന്നേ? നിഹാരികയ്ക്ക് കൊടുക്ക. ഇങ്ങത്താ. ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുന്ന എന്താ? നിഹാരികയ്ക്ക് കൊടുക്ക്. തീരെ വയ്യാത്തൊരു മനുഷ്യനെ വാതിൽക്കൽ ഇങ്ങനെ പിടിച്ചു നിർത്തി നിങ്ങൾ എന്താ കളിക്കുവാ? എല്ലാ കാര്യത്തിനും മത്സരമാണല്ലേ? ഇത്ര ആൾക്കാർ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലേ? വിട്ടേ നീ. നീ എന്തിനാ എങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നേ? എന്തു പറ്റി മോളെ? എന്റെ കൈ നല്ലതാണെന്ന് ഉത്സവം കഴിഞ്ഞിവിടെ വന്ന ദിവസം നിഹാരികയോടൊപ്പം നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞില്ലായിരുന്നു ആന്റി? ആ, ശ്രീകർ സാറിന് ഇനി ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ദൃഷ്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. അത് ശരിയാ. നിഹാരിക, മോള് വിട്ടേക്ക്. ദൃഷ്ടി അവനെ എടുത്തോളും. നീ എന്തിനാ ഇത്രയധികം വാശി കാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭർത്താവിന് നിന്റെ കൈകൊണ്ട് തന്നെ ദൃഷ്ടി എടുത്തില്ലെങ്കിൽ നിനക്ക് തൃപ്തിയാവാഞ്ഞിട്ടല്ലേ? നിഹാരിക, നീ വിടുമോളെ. അതുകൊണ്ടല്ല അച്ഛാ. എനിക്ക് തല കറങ്ങുന്നുണ്ട്. വിടുമോളെ. നായ്ക്കണ്ണ്, നരിക്കണ്ണ്, വീട്ടിലുള്ളവരുടെ കണ്ണ്, പുറത്തുള്ളവരുടെ കണ്ണ്, പ്രധാനമായും ശത്രുക്കളുടെ കണ്ണുപെടാതെ നോക്കണേ.